ആണോ? നീ ഇതെപ്പോഴാ വന്നേ? എന്തു പറ്റി നിനക്ക്? ഞാൻ വരുന്ന വഴിക്ക് ആ ചെക്കന്മാര് ആ കവലയിലുള്ളവര് എന്ത് ചെയ്തു എന്നാ പറ. ഉപദ്രവിക്കാൻ നോക്കിനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അവര് ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. നിന്റെ ദേഹത്തെ പിടിച്ചോ? പറയ്, എന്തെങ്കിലും ചെയ്തോ നിന്നെ? ഇല്ല. അനിയേട്ടനെ വിളിച്ചോക്കാം. ഞാൻ വിളിച്ചിട്ടുണ്ട് അനിയേട്ടനെ. നീ സങ്കടപ്പെടണ്ട, നമുക്ക് അവനെ പിടിക്കാം. നിന്റെ ദേഹത്ത് തൊട്ടവനെ നമുക്ക് പിടിക്കാം. എന്തായാലും ഞാൻ അനിയേട്ടനെ വിളിക്കട്ടെ. നിങ്ങക്ക് ഫോണൊന്നും എടുത്തൂടെ ഏട്ടാ? നേരെ വീട്ടിലോട്ട് വാ. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. ഒരു പ്രശ്നമുണ്ടെന്ന്. നിങ്ങക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഒക്കെ നേരിട്ട് പറയാം. പെട്ടെന്ന് വരണം കേട്ടോ. എന്ത് മനുഷ്യനാണ്, മനുഷ്യന് ആവശ്യമുള്ള സമയത്ത് ഫോൺ എടുക്കില്ല. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അനിയനെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. കേട്ടോ? ആ മാഷേ. എന്താണ്ടായ? ആ മാഷേ, അത് പിന്നെ അവള് നിർത്ത്. അനി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ മോളോടൊന്ന് വിശദമായിട്ട് ചോദിക്കാം. അത് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ അവരെന്റെ കൈ കയറി പിടിച്ച്, എന്നിട്ട് പിന്നെ എന്റെ ഷാള് പിടിച്ച് വലിച്ചു. ഷാള് പിടിച്ചിട്ട് അത് പിന്നെ പറയൂ മാഷ് എന്തൊക്കെയാ അവളോട് ചോദിക്കുന്നത്? ഞാൻ അവളോട് കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. മാഷ് വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്ത് തെറ്റിദ്ധരിച്ചു? അതല്ല, അനിയേട്ടൻ വന്നു. എടാ, നീ ഇത് എവിടെ പോയി കിടക്കരുത്. ഈ കുട്ടീനെ വഴിയിൽ വെച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് ഇത്രയും നേരം നിൽക്കരുത്. വല്ലാത്ത കഷ്ടം ചങ്ങായിയെ. ശ്രീജേഷ് മാഷുമായിട്ട് ഞാൻ അറിഞ്ഞു. ഇതിപ്പോ അത്ര കാര്യാക്കാളൊന്നുമില്ല. എന്ത്? ഒരു അന്യൊരുത്ത തന്റെ പെങ്ങളെ കയറി പിടിച്ചതോ? അവളെ ചെക്കന്മാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിനിപ്പോ എന്താണ്? ശ്രമിച്ചിട്ടല്ലേ ഉള്ളൂ. ശ്രമിച്ചിട്ടുള്ളൂന്നോ? ഏടോ, ഒരാങ്ങളെ ചോദിക്കേണ്ട ചോദ്യം അത്. അങ്ങനെ ചോദിക്കും മാഷേ. ചോദിക്കണല്ലോ. സ്വന്തം പെങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് എന്താണ് ആള്? ഇതെന്തായാലും അങ്ങനെ വിട്ടാ പറ്റില്ല. ചോദിക്കണം. ഇത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. ഇത് ചോദിക്കണം. അതെ, ചോദിച്ചേ പറ്റുള്ളൂ. ചോദിച്ചേ തീരൂ. ഇവിടെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി വഴിയിലിറങ്ങി നടക്കണ്ടേ? അതെ, ഇതങ്ങനെ വിടുന്ന പ്രശ്നമില്ല. ചോദിച്ചേ പറ്റുള്ളൂ. ഈ എന്താണ് ഈ മിണ്ടാ നിൽക്കുന്നത്? ചോദിക്കണല്ലേ? അതെ, ചോദിക്കണം. വേണ്ട ചേച്ചി, അതൊന്നും വേണ്ട. നീ ഒന്നും മിണ്ടാതിരുന്നേ. ആങ്ങളെ പോലെ തന്നെ പെങ്ങളും. ഇതെന്തായാലും ചോദിക്കണം. ചോദിക്കണം. ശരി, ചോദിക്കാൻ ഈ കൂടെ പോണില്ലേ? ഞാനാ? അതെ, അവളെ എന്റെ പെങ്ങളല്ല, നിന്റെ പെങ്ങളാ. എടാ, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? എന്ത്? ഇവൾമാർക്കൊക്കെ പ്രാന്താണ്. പ്രാന്താ? മനസ്സിലായി? നീ എന്താ ഈ പറയുന്നത്? അതേതാ ടീമെന്നറിയോ? ഇല്ല. എന്നോട് ശ്രീജേഷ് മാഷ് പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ്. എന്ത്? അത് മാറഞ്ചേരി ഷാഫിയും പിള്ളേരാണ്. വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് പോവും. തന്നെ? അതെന്തായാലും ആയിക്കോട്ടെ, ഞാൻ പോകുന്നതായി. ഈടാ, അവര് ഗുണ്ടകളാണ്. ഗുണ്ടയാണ്? മാഷി, എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല. മാഷ് ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോവാം. ഞാനും. എടാ, പോണ്ടട്ടാ. ഞാൻ പോവും. വാ. എടാ, നിക്ക്, ഞാൻ പറയട്ടെ. മോളെ, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. ഇനി അങ്ങനെ സംഭവം ഉണ്ടാവാണ്ടിരിക്കാൻ ഏട്ടൻ എല്ലാ വഴി നോക്കിക്കോളാം. നിന്റെ ഏട്ടൻ സംസാരിച്ചിട്ട് നീ പോയാ മതി. നീ വരുന്നുണ്ടോ ഇല്ലയോ? എടി, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്. എന്ത് കേക്കാൻ? നീ കേൾക്കാനൊന്നുമില്ല, പൂ തന്നെ. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഓൻ വരൂല്ല. ഞാൻ എന്തായാലും പോയി സംസാരിക്കും. അതിനുശേഷം നിങ്ങൾ അങ്ങോട്ട് വരരുത്. എന്താ വേണ്ട? ഞാൻ വരണം. വാ. ശരി, വരാം. വാ.
എന്റെ കൈക്ക് കുറച്ച് പണി ഉണ്ടാവട്ടെ. ഈ എന്തായി നോക്കണേ? ചെല്ലങ്ങോട്ട്. എടി അങ്ങോട്ട് നോക്ക്. അതിലൊന്നും കാര്യമില്ല, പോയി ചോദിക്കേ. ചെല്ല് ചോദിക്കേ. എടി നാളെ ചോദിച്ചാ പോരെ? டேய் என்னடா அங்க பண்ற? ஓடி வாம பண்றேன்னே. இந்த போடியா? ஆமாண்ணே. ഒന്നും നോക്കണ്ട, നീ കേറി അടിച്ചോ, ഞാൻ ഇവിടെ ഉണ്ട്. എന്തായി പറഞ്ഞ അടിക്കേ? ഞാൻ താഴത്ത് നിൽക്കുന്ന ജിമ്മനെ കണ്ട ഒരു ഇട്ടി വയറിടിച്ചാ പിന്നെ സംഗതി ശരിയാട്ടാ. ആ ബോണട്ട് മരിക്കില്ലേ? പൊള്ളാച്ചി കളരിയോ കുംഫോ കരാട്ടയോ ഒക്കെ പഠിച്ചല്ലേ? എന്റെ മാഷേ, അതൊക്കെ ധൈര്യമുള്ളവർക്കല്ലേ. മനോധൈര്യമുള്ളവരല്ലേ മാഷെ മല്ലയുദ്ധം പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഈ കുറേ നേട്ടം മനുഷ്യനെ ദേഷ്യപ്പെടുപ്പിക്കുന്നു. അതെ, ഇതൊക്കെ എന്നോടല്ല, അവിടെ അവിടെ കാണിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോണ പിന്നല്ലാതെ. പോങ്ങട് പോയി ചോദിക്കടാ. പോലെ പോ. എന്തായാലും ചോദിച്ചിട്ടെന്നെ കാര്യം. മുന്നിക്ക് നടക്ക്. ആ മോളിരിക്കില്ലേ, അവനോട് പോയി ചോദിക്കും. നീ ചോദിക്കും. നീ വരുമ്പോ ഇങ്ങനെയല്ല നിനക്ക് ആവണ്ട. എന്റെ പെങ്ങളല്ലല്ലോ. ഞാൻ പറഞ്ഞു നോക്കിയേ, അവന്റെ ഇടി എങ്ങോട്ട് വരും നിനക്ക് അറിയാലോ. നിന്റെ പെങ്ങളെ നീ നോക്കണേ. നീ ആദ്യം ചോദിക്കും, പിന്നെ ഞാൻ ചെല്ല് ചെല്ല് മുന്നെടുക്ക്, ഞാൻ ചോദിച്ചോളാം. ചെല്ല്. என்ன வாதியாரே சௌக்கியமா? ഏട്ടാ നിന്നോട് സുഖാണോന്ന്? ആ സൗഖ്യം അണ്ണാച്ചി. അണ്ണാച്ചിക്ക് സുഖല്ലേ? என்ன என்ன விஷயம்? என்ன பொண்டாட்டி புள்ள இல்ல இங்க? ചോദിക്കത് ചോദിക്കടാ. നിന്റെ ചേട്ടനെ ശോകമല്ല, അപ്പൊ ദുരന്താണ്. അത് ഉങ്ങളെ കൂടെ ഉള്ള ഒരു പയ്യല്ലേ ശിവൻ, അവൻ. வா கிட்ட வா. ഏട്ടാ അങ്ങോട്ട് ചെല്ലേ. யாரு சிவனா? അവൻ താ നമ്മ സിസ്റ്ററോട് മിസ്ബിഹേവ് பண்ணியாச்சு. அது விட்டுடுங்க வாதியாரே. ഏതാണ് ഇവൻ? ഞാനാണ് ഒന്ന് കൊടുക്കു മാഷേ. കൊടുത്തു വെച്ചപ്പോ അവരൊന്ന് വിളിക്കണം. അവനെ കുറിപ്പും ഞങ്ങള്. അതെന്താണ് അണ്ണാ? നിങ്ങ അവരൊന്ന് വിളിക്കണ്ണ. വിളിക്ക്. ചോദിക്കണം. ചോദിക്കണം. ஏய் சிவா இங்க வாடா. அவரு என்ன பண்ணுன்னு பார்க்கலாம். ஏய் நீங்க ஒரு வாத்தியாரா நினைச்சுதான் மரியாதை கொடுத்தேன். ஏய் வாடா இங்க. നിക്ക് നിക്ക്. ഇവൻ തന്നല്ലേ? ഇവൻ തന്നെ. ഇവൻ തന്നെ. ஏய் முன்னாடி தள்ளி நில்றா. அவ என்ன பண்ணுன்னு பார்க்கலாம். കൊടുക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ ആലോചിക്കണം. കൊടുക്കടാ കൊടുക്ക്. ഒന്ന് കൊടുക്ക് മനുഷ്യ, നിങ്ങളുടെ പെങ്ങളല്ലേ പിടിച്ചത്. ഞാൻ അടിക്കണം. ஆடுறா பார்க்கலாம். പോയി അടിക്കണം. എന്തല്ലേ? ഈ അടിച്ചില്ല ഞാൻ അടിക്കൂട്ടോ.
വരുന്നത്. ഇനി ആർക്കാ വിളിച്ച പോയി മേടിച്ചോളി. നിനക്കല്ലെങ്കിലും സൂക്കേട്. എനിക്കാ ഇത് ഭ്രാന്താണ്. കരട്ടപ്പിടിച്ച് നീയാ പാവള. അണ്ണാച്ചി ഇവിടെ ഒന്നും ചെയ്യത് അണ്ണാച്ചി. പൊണ്ണ് താനെ. പാവല്ല അണ്ണാച്ചി, അറിയാതെ പറ്റിയതാ. സോറി പറഞ്ഞോ? സോറി പറഞ്ഞോ? പറയൂലല്ലേ. അണ്ണാച്ചി അവള് ആളറിയാണ്ട് എന്തോ സംഭവിച്ചു. മണ്ണിപ്പൊ കൊടുക്ക അണ്ണാച്ചി. പാവം. മന്നിക്കണം അണ്ണാച്ചി, പാവാണ്. അനിയേ കാര്യത്തിൽ അത് ഒരു രക്ഷയില്ലടാ. കൈ വിടമ്മ. കൊടുക്കണ്ട, കൈ പിടിച്ച് ഓടിക്കൂ. കൊടുക്കല്ലേ കൊടുക്കല്ലേ. കൈ കൂടെ. ചേട്ടമ്മേ വേണ്ട വേണ്ട. அப்படி கொடுமா. நீதான் பொண்ணு. பொம்பளைனா நீங்க மாதிரி தான் இருக்கணும். இப்படி சிங்கம் மாதிரி இருக்கணும். நீதான் பொண்ணு. இவங்க எல்லாம் சும்மா வேஸ்ட். എടാ അത് നിന്നെ കുറിച്ചാടാ. வரட்டுமா? டேய் சிவா, எழுந்துடுறா. சும்மா படுத்துட்டு கிடக்குறேன். எழுதிட்டு பண்ணிடுறா. വാടി